ചെറുകഥയിലേക്ക് മാറിയപ്പോഴും VV അയ്യപ്പൻ തന്നെയാണോ പേര് വെച്ചിരുന്നത്? പിന്നെ അങ്ങനെ കുറെ കഥകൾ എഴുതിയിട്ടുണ്ടോ VV അയ്യപ്പൻ? കുറേ കഥകളുണ്ട്. അത് ഈ സമാഹാരത്തിൽ വന്നിട്ടുണ്ടോ തെരഞ്ഞെടുത്ത കഥകളിൽ? പിന്നെ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ, പിന്നെ ഒരു ഭ്രാന്തൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. എന്താ പേര്? അന്നൊന്നും കോവിലൻ എന്നുള്ള പേര് വന്നിട്ടില്ല. അത് പിന്നീട് എങ്ങനെ ഈ കോവിലൻ? അത് ഞാൻ ആർമിയിൽ ചെന്ന് പെട്ടു. പിന്നെ അപ്പോൾ ആർമിയിൽ ചെന്ന് പെട്ടുമ്പോൾ ഞാൻ പറയുക, എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയുക എനിക്ക് ജീവൻ തന്നിട്ടുള്ളത് CJ തോമസാണ്. CJ തോമസാണ്. അപ്പോൾ CJ എനിക്ക് ആയിട്ട് കത്തിടപാടുണ്ടായിരുന്നു. അപ്പോൾ CJ എനിക്ക് എഴുതി, നീ ഒരു തൂലികാനാമം കണ്ടെത്തണം. ഒരു തൂലികാനാമം ത്തോട് കൂടിയിട്ട് കഥ NV കൃഷ്ണവാര്യർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ അല്ലെങ്കിൽ ഒരു ദിവസം ആ കത്ത് കിട്ടിയതിന് ശേഷം അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ പേരൊക്കെ തീരുമാനിച്ചു. ഇതാണ് എൻ്റെ തൂലികാനാമം. അത് കോവിലൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല. അതിൽ കണ്ടാണിശ്ശേരി, വട്ടപ്പറമ്പിൽ വേലപ്പൻ. അതെ, ഞാൻ കോവലൻ എന്നുള്ള പേരെനിക്കറിയായിരുന്നു. അതെനിക്ക് ഉച്ചരിക്കാൻ കേൾക്കാൻ വളരെ സുഖമുള്ള ഒരു പേരായിട്ട് തോന്നിയില്ല. അപ്പോൾ എൻ്റെ വക ഞാനതങ്ങ് VV ആക്കി. അങ്ങനെയാണ് കോവിലനായത്. ഈ പട്ടാളത്തിൽ ചേർന്നതിന് ശേഷമാണ് കോവിലൻ എന്നുള്ള പേരിൽ എഴുതി തുടങ്ങിയത്. അതെ. അപ്പോൾ പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പ് നേവിയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നേവിയിലായിരിക്കും എന്താ? പിന്നെ നേവി കലാപത്തിലൊക്കെ ഇല്ല, അത് ഞാൻ പറയില്ല. ഞാൻ ഇടപെട്ടിട്ടുണ്ടെന്നൊന്നും പറയില്ല. അല്ല, അതിന് പോകുന്നത് ആ കലാപം? അതെ, കലാപം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ അപ്പോഴേക്കും റിലീസാവാനായിട്ട് ഈ എൻ്റെ കപ്പലിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സജീവമായിട്ടൊന്നും നേവൽ മ്യൂട്ടിനിയിൽ പങ്കെടുത്തിട്ടില്ല. നേവൽ മ്യൂട്ടിനിയുടെ പശ്ചാത്തലത്തിൽ ഞാനുണ്ടായിരുന്നു. അന്ന് നേവിയിലായിരുന്നിരിക്കും രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാവും. തുറമുഖങ്ങൾ, സ്ഥലങ്ങൾ കുറച്ച് കണ്ടിട്ടുണ്ട്. അക്കാലത്ത് വല്ലതും എഴുതിയിരുന്നു? പിന്നീട് നേവിയിലുള്ളപ്പോൾ എഴുതിയിട്ടില്ല. നേവിയിലുണ്ടായിരുന്ന സംഗതികൾ ഞാൻ പിന്നെ കഥ എഴുതുമ്പോൾ ഈ ഇരാവതി നദിയുടെ കുറച്ച് ഉള്ളിലേക്ക് നീങ്ങിയിട്ട് എൻ്റെ കപ്പൽ കൊണ്ട് നിന്നിട്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ടുള്ള കാഴ്ചകൾ, ഓർമ്മകൾ എന്ന് പറയുന്ന കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ മിക്കവാറും മുഴുവൻ തകർന്നിട്ടുണ്ടായിരുന്നില്ല. ബോംബിങ് കൊണ്ട് റങ്കൂൺ നഗരത്തിൽ നടക്കുമ്പോൾ ഈ തൈക്കാടുകാരൻ ഒരാളെ കണ്ടെത്തിയിട്ട് അയാൾ ആയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ആ കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. കഥയുടെ പേര് മറന്നു. അത് വല്യാക്കിലെ അപ്പുമാഷ്ട ഒരു ചെറിയച്ഛൻ്റെ മകനായിരുന്നു. നേവിയിലുണ്ടായിരുന്ന കാലഘട്ടം 45, 46? ഇല്ല, 43, 46. 43, 46 ആയിരുന്നു. ഈ പാവർത്തിയിലെ വിദ്യാഭ്യാസം 42 അവസാനിച്ചു. അതെങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണോ? അല്ലല്ല, 42 ആഗസ്റ്റ് മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ. അന്ന് വിദ്യാഭ്യാസം നിർത്തിയതാ? അന്ന് ഇറങ്ങിപ്പോന്നതാണ്. എന്താ അതിൻ്റെ സാഹചര്യം ഒന്ന് പറയാമോ? അതിൻ്റെ സാഹചര്യം വെച്ചാൽ മഹാത്മാഗാന്ധി ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റില്ല. തന്നെ വേറെ വലിയതൊന്നുമില്ല അതിൽ. ഈ ഒരൊറ്റ സംഗതിയുള്ളൂ. ഇന്നും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് സാധിക്കില്ല. മഹാത്മാഗാന്ധി ജയിലിലാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിൽ ഇപ്പോൾ ഒരു വിഷമം തോന്നുന്നു? ഒരു വിഷമമില്ല. പക്ഷെ അതിന് പിന്നിൽ കുറേ തമാശകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ അന്ന് മഹാത്മാഗാന്ധി കിടന്നു എന്ന് പറയണ, പിടിച്ചിട്ടു എന്ന് പറയണ ഭീകരമായ ജയില് ഞാൻ കണ്ടു. പൂനെയുടെ അടുത്ത് ലോനാവാല എന്നാ മറ്റേ പറയാം, ലോനാവല എന്താ, പൂനെയുടെ അടുത്ത് ആഗാഖാൻ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ പോയി നിന്നിട്ട് ഞാൻ നോക്കി, എടാ വിഡ്ഢി, ഈ ജയിലിൽ മഹാത്മാഗാന്ധി കിടക്കുമ്പോൾ
നീ വിചാരിച്ചത് അദ്ദേഹത്തിനെ വലിയ തുറുക്കിൽ കൊണ്ടിട്ടുള്ളടാ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. മനോഹരമായ മണിമന്ദിരം. ആ പിന്നെ അത് മാത്രമാണ് ഈ ഈ ഈ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയ റൂം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൊട്ടാരത്തിലാണ്? അല്ല, അത് അഹമ്മദ്നഗറിൽ. അഹമ്മദ്നഗറിൽ നമ്മൾ മുമ്പ് ചരിത്രം പഠിക്കുമ്പോൾ ഒരു ചാന്ദ് ബീബീനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏതോ ഒരു വംശം, ഏത് വംശം എന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ചാന്ദ് ബീബിയുടെ കൊട്ടാരമാണ് അഹമ്മദ്നഗർ ഫോർട്ട്. അപ്പോൾ അഹമ്മദ്നഗർ ഫോർട്ടിൻ്റെ അടുത്താണ് എൻ്റെ യൂണിറ്റ്, ഈ കാവലറി ആമേഡ് കോർ സെൻറ്റർ ആൻഡ് സ്കൂൾ, AC സെൻറ്റർ ആൻഡ് സ്കൂൾ. അതിൽ ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു, 3 വർഷം ഉണ്ടായിരുന്നു. അവിടുന്ന് 2 ഫർലോങ്ങുള്ളൂ, 200 മീറ്റർ പോയാൽ ഈ കോട്ടയാണ്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഒക്കെ ഇറങ്ങി നടക്കാം. എത്ര തവണയാണ് അതിൻ്റെ അകത്ത് ഞാൻ പോയിട്ടുള്ളതിന്, എത്ര പ്രാവശ്യത്തിന് കണക്കില്ല. അപ്പോൾ അവിടെ ചെന്നാൽ ജവഹർലാൽ, വല്ലഭായ് പട്ടേൽ, രാജാജി, പിന്നെ നമ്മൾ ഓർമ്മിക്കുന്ന ഏതൊക്കെ നേതാക്കന്മാരാണ് അവരൊക്കെ കിടന്ന റൂമുകൾ. എന്ത് ബഹുമാനമാണ് എനിക്ക് ഈ വെള്ളക്കാരനെ കുറിച്ച് തോന്നിയതെന്നറിയോ. നെഹ്റു കിടന്നിരുന്ന റൂമിൽ അദ്ദേഹത്തിന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് അത് മുഴുവൻ അതിൻ്റെ റിപ്ലിക്കയാണ്. ഒന്നാന്തരം ബെഡോട് കൂടിയ കട്ടിൽ, ഡബിൾ കോട്ട്, പിന്നെ ടീപ്പോയ്, ടേബിൾ, ചെയർ, സ്വന്തം ഇത് ലാട്രിൻ, ബാത്ത് അറ്റാച്ച്ഡ്. എ ക്ലാസ് തടവുകാരനില്ലാതെ അത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയെ പിടിച്ചു കൊണ്ടിട്ടതാണ് അവർക്കറിയായിരുന്നു ഇവനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന്. അത് പിന്നീട് വെള്ളക്കാരൊക്കെ എഴുതിയിട്ടുള്ളതുണ്ട്. ഈ പഹയൻ കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയെ പോകണമെന്ന് പറഞ്ഞുള്ള ഇത് പിന്നെ വന്നിട്ടുണ്ട്. അവർ എ ക്ലാസ് തടവുകാരല്ലാട്ടത്, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളായ മഹാനേതാക്കന്മാരെയാണ് ഇട്ടത്. അത്ര ബഹുമാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഫ്രഞ്ചുകാർ ഇവിടെ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഇവരൊന്നും ചെയ്യായിരുന്നില്ല മാതിരി. അതാ ബ്രിട്ടീഷുകാരൻ്റെ സംസ്കാരമുണ്ട്, അതിനെ ആദരിക്കാണ്ട് പറ്റില്ല. അവൻ എന്നെ ഭരിച്ചു, എൻ്റെ നാടിനെ ഭരിച്ചു, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഞാനതിനൊക്കെ പ്രതിഷേധിച്ച് പോന്നവനാണ്.